ഇത്ര ആവേശത്തോടെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വിചാരിച്ചില്ല കേട്ടോ, ഫ്ലൈറ്റ് മിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോക്കായിരിക്കും ഇതെന്ന്. വീട്ടിലെല്ലാവരോടും ബൈ പറഞ്ഞു, അബീനോടും ബൈ പറഞ്ഞു നേരെ അജിത്തേട്ടനോട് പോയത് നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരുന്നേ. അജിത്തേട്ടനോടും ബൈ പറഞ്ഞ് നമ്മൾ നേരെ പോയത് ബാഗ് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയാണ്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ വിശപ്പിന്റെ വിളി വന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും മസാല ദോശയെ കഴിച്ച് ഗേറ്റിൽ വെയിറ്റ് ചെയ്യാനായിട്ട് പോയി. നിങ്ങൾ കുറേ പേര് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്തായിരുന്നു നമ്മൾ വിയറ്റ്നാമിലേക്കാണ് പോകണമെന്നുള്ളത്. നമ്മൾ വിയറ്റ്നാമിലെ ഫുക്കോക്കിലേക്കാട്ടോ പോകണം. ഇവിടെ നിന്ന് നമ്മൾ ഹോച്ചിമിൻ സിറ്റി പോയിട്ട് അവിടുന്ന് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ടാണ് ഫുക്കോക്കിലേക്ക് പോകുന്നത്. നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ വിൻഡോ എന്നുള്ള വിഷ്വൽസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അത് മാത്രമല്ല നമുക്ക് നല്ല അടിപൊളി സൺറൈസും കണ്ടിട്ടാണ് നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിൽ വന്ന് ഇറങ്ങുന്നത്. ട്രാൻസ്ഫർ എടുത്ത് ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോകേണ്ട നമുക്ക് 1.5 hours എമിഗ്രേഷൻ പ്രോസസ്സ് കാരണം നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായിട്ടോ. എന്നാലും ഞാൻ ഡെസ്കിൽ ചോദിച്ചിരുന്നു എയർലൈനിന്റെ നമുക്ക് ഫ്ലൈറ്റ് മിസ് ആവാനുള്ള ചാൻസ് ഉണ്ടോ, വേറെ ക്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അവരെന്നോട് റിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ട്, നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിലേ ആണെന്നുള്ളതാണ്. അത് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ആ ക്യൂ വെയിറ്റ് ചെയ്ത് നമ്മൾ ടെർമിനലിലേക്ക് ചെന്നപ്പോഴത്തേക്കും നമുക്ക് അറിയുന്നത് നമ്മുടെ ഫ്ലൈറ്റ് മിസ്സായി എന്നുള്ളതാണ്. എനിക്ക് ഭയങ്കര വിഷമമായിട്ടോ ഫ്ലൈറ്റ് മിസ് ചെയ്തപ്പോഴത്തേക്കും. പക്ഷേ അനന്തു നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്ത് എൻ്റെ മൂഡും ഷെയറപ്പാക്കി ഞങ്ങൾ ഹാപ്പി ആയിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിന് ബോർഡ് ചെയ്തു. നമ്മൾ ഫുക്കോക്കിൽ എത്തിയപ്പോൾ തന്നെ നമ്മളുടെ ഗൈഡ് നമ്മുടെ പേരൊക്കെ പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾ നമ്മൾ നേരെ കൊണ്ടത് ഷെറി പഞ്ചാബ് എന്ന് പറഞ്ഞൊരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ്. അവിടെ നിന്ന് എഗ് ബുർജിയും ചിൽഡ് ബിയറൊക്കെ കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ നേരെ പോയി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. നമ്മുടെ റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഹോട്ടൽ റൂമിൽ നിന്ന് ഉണ്ടായിരുന്നത്. അന്നത്തെ ദിവസത്തെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ പോയത് മസാജ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ദിവസം വിശേഷമായിട്ട് പിന്നെ വരാം കേട്ടോ. ബൈ.